നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിജയാഘോഷത്തിന്റെ കൊടുമുടിയിലാണ് സൗദി. ഇപ്പോൾ പൊരുതി നേടിയ വിജയമാണ് സൗദിയുടെ ആഘോഷങ്ങൾക്ക് മെഴിവേകുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ കരുത്തരായ അർജന്റീനയെ തകർത്ത സൗദിയിൽ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് വിജയത്തെ വരവേറ്റത്. അവധി മാത്രമല്ല, കളിക്കാർക്കെല്ലാം റോൾസ് റോയ്സ് കാർ സമ്മാനിക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളും. എന്നാൽ അർജന്റീനയ്ക്കെതിരെ അട്ടിമറി ജയം സമ്മാനിച്ച എല്ലാ ഫുട്ബോൾ താരങ്ങൾക്കും സൗദി രാജകുമാരൻ നൽകുന്നത് ആഡംബര വാഹനമായ റോൾസ് റോയ്സ് ഫാൻഡം തന്നെയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ടീം ലോകകപ്പ് മത്സരം കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തുമ്പോൾ സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് ആകും സമ്മാനം നൽകുകയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വമ്പൻ അട്ടിമറികളിലൊന്നിലൂടെ ലോക ഫുട്ബോളിൽ തുടക്കമിട്ടതിന് പിന്നാലെ സൗദി കിരീടാവകാശി ഒപ്പമുള്ളവരെ കെട്ടിപ്പിടിച്ച് ആഘോഷം പങ്കിട്ടതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. 1994 ലോകകപ്പിൽ ബെൽജിയത്തിനെതിരെ സെയ്ദ് അൽ ഒവെറൻ നേടിയ അത്ഭുത ഗോളിന് ശേഷം രാജാവെന്ന റോൾസ് റോയ്സ് കാർ സമ്മാനിച്ചിരുന്നു. ഏറ്റവും മഹത്തായ ലോകകപ്പ് ഗോളിലൊന്ന് എന്ന പേരും ആ ഗോളിന് ലഭിച്ചിരുന്നു. ഈ സംഭവമാണ് ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെ അട്ടിമറി ജയം സമ്മാനിച്ച എല്ലാ ഫുട്ബോൾ താരങ്ങൾക്കും റോൾസ് റോയ്സ് ഫാൻഡം കാർ സമ്മാനിക്കുമെന്ന ചർച്ചയ്ക്ക് ആധാരമായത്. ഗോൾ അടിച്ചവർക്ക് മാത്രമല്ല, അർജന്റീനയെ പിടിച്ചുകെട്ടിയ എല്ലാവർക്കും പുതിയ റോൾസ് റോയ്സ് ഫാൻഡം കാർ സമ്മാനിക്കുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും കളിക്കാർക്കെല്ലാം എന്താണ് സമ്മാനമായി സൽമാൻ രാജാവ് കരുതി വെച്ചിരിക്കുന്നതെന്ന ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ഇനി റോൾസ് റോയ്സ് കാർ തന്നെയാണോ അതോ അതിനും മീതെ എന്തെങ്കിലുമുള്ള സമ്മാനങ്ങളാണോ എന്നത് വൈകാതെ തന്നെ അറിയാൻ സാധിക്കും. മത്സരം കാണാൻ ഓഫീസുകൾക്ക് ഭാഗിക അവധി നൽകിയ സൗദി അറേബ്യ മത്സര വിജയത്തിന് പിന്നാലെ ദേശീയ അവധി അടക്കം നൽകിയാണ് ദേശീയ ടീമിന്റെ വിജയം ആഘോഷിച്ചത്. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അടക്കമായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത്. മത്സരത്തിൽ പ്രതിരോധ ശ്രമത്തിനിടെ പരിക്കേറ്റ ഡിഫൻഡർ യാസിർ അൽ സഹ്റാനിയെ എയർലിഫ്റ്റ് ചെയ്ത് ജർമ്മനിയിൽ എത്തിക്കാനും കിരീടാവകാശി ഉത്തരവിട്ടത് വലിയ വാർത്തയായിരുന്നു. ചരിത്രത്തിലെ തന്നെ അട്ടിമറി ജയങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സൗദിയുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് ഗോൾ കീപ്പർ അൽ ഉവൈസിന്റെ പ്രകടനവും സൗദി പ്രതിരോധ നിരയുടെ മികവുറ്റ നീക്കങ്ങളുമായിരുന്നു. മത്സരത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു അർജന്റീനയ്ക്കെതിരായ സൗദിയുടെ ഐതിഹാസിക വിജയം. ലുസൈൽ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ പകുതിയിൽ 1 ഗോളിന് മുന്നിലെത്തിയ അർജന്റീനയെ രണ്ടാം പകുതിയിൽ 2 ഗോളടിച്ചാണ് സൗദി അട്ടിമറിച്ചത്. 10-ാം മിനിറ്റിൽ ലിയോണൽ മെസ്സിയുടെ പെനൽറ്റി ഗോളിൽ മുന്നിലെത്തിയ അർജന്റീനയെ 48-ാം മിനിറ്റിൽ സാലെഹ് അൽ ഷഹരിയിലൂടെ സൗദി ഒപ്പം പിടിച്ചു. സമനില ഗോളിന്റെ ആവേശത്തിൽ ആക്രമിച്ചു കയറിയ സൗദി അർജന്റീന പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി സാലേം അൽ ദ്വസാരി അർജന്റീനയുടെ ഹൃദയം തുളച്ച് 2ാം ഗോളും നേടി. പിന്നീട് പകുതി സമയം കളി ബാക്കിയുണ്ടായിരുന്നെങ്കിലും മുന്നേറാൻ ശ്രമിച്ച അർജന്റീന താരങ്ങളെ മെരുക്കിയ സൗദി ഒടുവിൽ ചരിത്ര വിജയവുമായാണ് ഗ്രൗണ്ട് വിട്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.